ഇതാണ് സാധനം. ഇത് ജസ്റ്റ് സേഫ്റ്റിക്ക് ഞാൻ കൊണ്ടെടുക്കണതാണ് കേട്ടോ. അതേപോലെ തോക്കും. ഒരു മിനിറ്റ്, ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഇവിടെ ഇതെടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറിപ്പോയി. കത്തിയെടുത്ത് ഞാനത് കണ്ട് അപ്പം തന്നെ ഞാൻ ഡോർ ചവിട്ടി പൊളിച്ച്. അപ്പോൾ ഇപ്പോൾ ഉറങ്ങാണ് കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സൈക്കോ കള്ളൻ റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇവർ രണ്ടാളുകളും ചെറിയ പ്രായത്തിൽ തന്നെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചിരിക്കുന്ന രണ്ടാൾക്കാരാണ്. ഇതിനുശേഷം മറ്റൊരു വീട്ടിലായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ശേഷം ഈ സൈക്കോ കള്ളൻ്റെ അപ്പച്ചന് ഡിമെൻഷ്യ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീട്ടിൽ അങ്ങനെ കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് ഈ ഒരു വീട് വിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു അപ്പച്ചൻ ഡിമെൻഷ്യ ആയിരിക്കുന്ന ഈ ഒരു അപ്പച്ചൻ ഈ ഒരു പെൺകുട്ടീനെ റോങ് ആയിട്ട് കയറി ടച്ച് ചെയ്യുകയും അതുപോലെ സൈക്കോ കള്ളനെയും റോങ് ആയിട്ട് ടച്ച് ചെയ്യുക, അങ്ങനെ കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സൈക്കോ കള്ളൻ്റെ അമ്മയായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പെൺകുട്ടിക്ക് പ്രഗ്നന്റ് ആവുകയും പിന്നീട് അബോർട്ടായി പോവുകയും അങ്ങനെ ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ആയിരുന്നു ഇവർ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇവർ വീട് വിട്ടിറങ്ങി പിന്നീട് ഹോട്ടൽ റൂമുകളിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ ദിവസം ഈ ഹോട്ടൽ റൂമിലെ പൈസ ഒക്കെ കൊടുക്കാനെ കൊണ്ട് ഓരോ ആൾക്കാരുടെയും കടം വാങ്ങിച്ചിട്ടൊക്കെ ആയിരുന്നു അവർ താമസം നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്ത ടൈമിൽ നമ്മൾ ഇവരുടെ ഒപ്പം സങ്കടത്തിൻ്റെ ഒപ്പം നമ്മൾ പങ്കുചേരുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഓൾറെഡി ഇവർ സങ്കടത്തിലാണ്. അതിൻ്റെ പുറത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടാക്കരുത്, എന്നാൽ നമുക്ക് പറയേണ്ടുന്ന കാര്യങ്ങൾ പറയണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഇവർ ആ ഒരു സങ്കടത്തിലൂടെ ഒക്കെ തന്നെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സങ്കടങ്ങൾ തോന്നിയേക്കാം. അതിൽ ഞാൻ ഒരു പ്രശ്നം കാണുന്നില്ല. കാരണം സൈക്കോ കള്ളൻ ബ്രോ, നിങ്ങളിത് ഡിസർവ് ചെയ്യുന്നുണ്ട്. കാരണം റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കിന് ഇമ്മെച്യൂരിറ്റി അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറയുമല്ലോ, അതായിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ പറഞ്ഞ ഞാൻ അത്ര വലിയ മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടൊന്നും പറയുന്ന ഒരു വ്യക്തിയില്ല. പക്ഷേ നമ്മുടെ ചുറ്റും നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, അതിനനുസരിച്ച് പെരുമാറുക എന്നൊക്കെ പറഞ്ഞ കുറച്ച് പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ ആ ഒരു ഇമ്മച്യൂരിറ്റി അറ്റ് ഇറ്റ്സ് പീക്ക്, പിന്നെ ഈ ചെറിയ പ്രായത്തിൽ ഒളിച്ചോടി പോയിട്ട് കല്യാണം കഴിക്കണമെന്നും അല്ലെങ്കിൽ അല്ലാതെ കല്യാണം കഴിക്കണമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് റീസെൻ്റ് ആയിട്ട് ഇവർ ഇട്ടേക്കുന്ന കുറച്ച് വീഡിയോസ്. കാര്യം എങ്ങനെ നിങ്ങളുടെ ലൈഫായി മാറരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സൈക്കോ കള്ളൻ ബ്രോ, നിങ്ങൾ ബെറ്റർ ഏതെങ്കിലും ഒരു ജോലിക്ക് പോവുക. സീരിയസ്ലി പറയാണ്, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് സോഷ്യൽ മീഡിയ മാത്രം നമ്മുടെ ഒരു റവന്യൂ ആയിട്ട് വിചാരിച്ചിട്ട് നമുക്ക് ഇത്രയും സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അത് മാത്രം വിചാരിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പം ഞാനും സൈക്കോ കള്ളൻ ഉൾപ്പെടുന്ന പല ക്രിയേറ്റേഴ്സും കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ തന്നെയാണ്. ഒന്നെങ്കിൽ അപ്പുറത്തോട്ട് വീഴാം, ഇപ്പുറത്തോട്ട് വീഴാം, ഇപ്പുറത്തോട്ട് വീണില്ലേ ഭാഗ്യം, അപ്പുറത്തോട്ട് വീണാൽ ഭാഗ്യം. കാര്യം ബാക്കിയുള്ള അല്ലെങ്കിൽ നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നിടം വരെ നമ്മൾ ഈ ഒരു സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ളപ്പം ഇത് ഭയങ്കരമായിട്ട് ഇതായിട്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് പെട്ടുപോകൂടെ. ഇതാണെങ്കിൽ അവർ ഫസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം ഒരു 3 വീഡിയോ കൂടെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓരോ ടൈറ്റിലും തമ്മിൽ ഇങ്ങോട്ട് വായിക്കാം. ഇതിലും വലുതെന്ത് വരാൻ, ചാവാൻ തോന്നുന്നുണ്ട്, മാറിയിടാൻ ഉടുപ്പില്ല, ഞാൻ തന്നെ കുഞ്ഞിനെ കൊന്നു. പിന്നെ റീസെൻ്റ് ആയിട്ട് ഇട്ടേക്കുന്ന വീഡിയോ, സന്തോഷിക്കുന്നവർ സന്തോഷിക്കുക, ഇപ്പോൾ നട്ടപ്പാതിര, മരിക്കാൻ തീരുമാനിച്ച ഞങ്ങൾക്ക് ഇനി എന്ത് പേടിക്കണം എന്ന് പറഞ്ഞ് ഇട്ടേക്കാണ്. ഇനി ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കാണാം. 1 മണി സംഭവം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ഡെയിലി റെൻറ്റിന് 1300 വെച്ച് കൊടുത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ആ 1300 ഇത്രയും ദിവസം കൊടുക്കാനുണ്ടായിരുന്നു. അതും കയ്യിലുണ്ടായിരുന്നല്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കുക. പിന്നെ അതും ആ വരുമാനം ഒന്നും ഇല്ലാണ്ടായി. ഇതൊക്കെ ഇവിടെ വന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് പിന്നെ വേറെ ഈ ഒരൊറ്റ ഇതുള്ളൂ, വേറെ ഒരു ഇത് വരാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതാണ്ടോ ഇപ്പോൾ ഞങ്ങളിരിക്കുന്നത് ഒരു കാടാണ്. സ്ഥലം ഞങ്ങൾ പറയണില്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കും, എടി എന്താണ് നിങ്ങൾ പേടിക്കണം എന്തിനാ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇവളുടെ വീട്ടിൽ പോയി നിന്നൂടെ, എന്തിനാണ് ഇത്ര റിസ്ക് എടുക്കുന്നതെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഇവള് പോകണില്ല. ഞാൻ പറഞ്ഞാൽ ഇവളെ വീട്ടിൽ കൊണ്ടാക്കുക, കുറച്ച് ദിവസം ഓള് എന്നെ വിട്ടിട്ട് പോകില്ല. അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ. അതാ പറഞ്ഞത്. അതായത് നീ സംസാരിക്കണി, നിന്നെ സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പലരും പറയുന്നുണ്ട്. പറ, ഞാൻ പറഞ്ഞിരിക്കുമ്പോ മൊത്തം പറയാൻ സമ്മതിക്കില്ല. ഒറ്റക്കിട്ടിട്ട് പോവാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഇത്രേതായിട്ട് ഇരിക്കുമ്പോഴും എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് വീട്ടിൽ പോയി കിടന്ന് ഫാനും ഇട്ട് ബെഡിൽ കിടന്ന് ഉറങ്ങാം. പറഞ്ഞല്ലോ, ഞാനും എല്ലാം ഒഴിവാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ എനിക്ക് പോകാൻ സ്ഥലമില്ലല്ലോ. വൈബ്രേഷൻ അടിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഓഫ് ചെയ്തു. നിങ്ങൾക്ക് പലർക്കും ഇത് കാണുമ്പോൾ ഒരു ഇതായിട്ടൊക്കെ തോന്നാം. ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഞാനില്ലേ.
പേടിച്ച് വിറച്ച് ഒരു കാട്ടിന്റെ സൈഡിലോ എന്തോ അങ്ങാണ്ടാണ് ഇവർ നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവർ പറയുന്നുണ്ട്. അപ്പം ഇത്രയും ഇങ്ങനെ അവർ റൂമിന് റെന്റ് കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. കയ്യിൽ ബൈക്ക് ഉണ്ട്, ഇതിന് പെട്രോൾ അടിക്കണം. ഇതൊക്കെ നിങ്ങൾ ഇനി എങ്ങനെയാണ് കടന്നു പോകാന്നുള്ളത് നമുക്കറിയത്തില്ല. ഓക്കെ, ഇതില് സ്വന്തം വീട്ടിലോട്ട് ആ ഒരു കുട്ടിയുടെ, ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞിരുന്നു, അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് അമ്മയായിട്ടൊക്കെ വിളിച്ച് സംസാരിച്ച കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചിരുന്നു വീട്ടിലോട്ട് പൊക്കൂടെ എന്നുള്ളത്. ഇവരപ്പോൾ എന്തുകൊണ്ട് പോകണില്ല? ഇപ്പൊ പറയുന്നൊരു കാര്യം, അപ്പം എനിക്ക് മനസ്സിലാവും നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നമ്മൾ ജീവിതം എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും ഒരു ഫാന്റസി വേൾഡിൽ നമ്മൾ പ്രണയിക്കുന്ന പോലല്ല റിയൽ ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന ഫാന്റസി കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ആ ഒരു പ്രണയത്തിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഭയങ്കര രസമാണ്, അടിപൊളി തന്നെയാണ്, അതൊന്നും വേണ്ടെന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ നമ്മൾ ജീവിക്കണ്ടേ? ജീവിതം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഇങ്ങനെ 24 മണിക്കൂർ ഒട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ഒട്ടിച്ചേർന്ന് നടക്കുന്നതല്ല ഈ പറയുന്ന പ്രണയം ജീവിതം എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ അത്ര വലിയ ജീവിതം കണ്ടൊരു വ്യക്തിയായിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ നമുക്ക് ചുറ്റുപാടും കാണുന്ന ചില സംഭവങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് പറഞ്ഞാണ് ബെറ്റർ ഈ ഒരു കുട്ടീനെ ഇപ്പം വീട്ടിലോട്ട് വിടാനെ കൊണ്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് പോകണ്ട. ഇപ്പം ഈ പെൺകുട്ടിയാണെങ്കിലും വിചാരിക്കുന്നത് സ്വന്തം വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ സൂക്ഷിച്ചെടുക്കും, അപ്പോഴും സൈക്കോ ഇതുപോലെ ബുദ്ധിമുട്ടി സ്ട്രഗിളൊക്കെ ആയിരിക്കും, വേണ്ട ഒപ്പം ചേരാന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ബ്രോ നിങ്ങൾ രണ്ടാളും കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവൂ. നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച് ഇനി എത്ര കാലം മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെയുള്ളപ്പോൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഈ പെൺകുട്ടി തന്റെ സ്വന്തം വീട്ടിലോട്ട് പോയിട്ട് ഇവനൊരു ജോലിക്ക് പോവുക, സൈക്കോ നിങ്ങളൊരു ജോലിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീട്ടിലോട്ട് വിടാൻ താല്പര്യം ഏതെങ്കിലും ഹോസ്റ്റലിലാക്കിയിട്ട് നിങ്ങൾ അടുത്ത ജോലിക്ക് കാര്യങ്ങളൊക്കെ പോവുക. അപ്പം അതിനുശേഷം 1 മാസം കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു റെന്റിന് വീട് എന്തെങ്കിലും എടുക്കുക, എന്നിട്ട് ഒരുമിച്ച് അങ്ങനെ മുന്നോട്ട് അങ്ങനെ ചിന്തിക്കുക. അല്ലാതെ എപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്താണ് എനിക്ക് മനസ്സിലാവണല്ലേ. ആൻഡ് ഇപ്പൊ ഇവർ ഈ വന്നിരിക്കുന്ന ഈ കാടിന്റെ ഈ ഒരു പ്രദേശം കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നീ ഇങ്ങോട്ട് കാണിക്കാം. ഇതാട്ടോ, ഇതാണ് സ്ഥലം. സ്ഥലത്തിന്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. ഇത് ഇവിടെ അല്ല, കുറച്ചങ്ങ് പോകണം. അപ്പോൾ എന്തായാലും ഇന്നെനിക്ക് ഉറക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് എന്തോ ഒരു സൗണ്ട് അവിടെ നിന്ന് കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അയ്യോ കാണില്ല. അതെന്തായാലും അവിടെ ഉറങ്ങാണ്, എണീറ്റിട്ടില്ല. അപ്പോൾ വീഡിയോ കട്ട് ചെയ്യാൻ കേട്ടോ. എന്താണെങ്കിൽ കിഡിലെ ഒരു സ്ഥലത്ത് തന്നെയാണ് കൊണ്ടെത്തിച്ചേക്കുന്നത്. എൻ്റെ പൊന്നു ബ്രോ, അതിൻ്റെ ഒരു കാര്യം പറയട്ടെ, ഈ താളവടി കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കണം, അത് താളം അടിക്കുക തന്നെ വേണം. പക്ഷേ നമ്മൾ ഈ താളം അടിക്കുന്ന സാധനം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണം. ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇത് താളം അടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഇത്രയും ഇത് ഒരുമിച്ച് ചെറിയ പ്രായത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഇങ്ങനെ നിങ്ങൾ ഇറങ്ങി തിരിച്ചേക്കാണ്. അങ്ങനെ ഉള്ളപ്പോഴത്തേക്കിന് ഇത് ഒന്ന് ജീവിച്ച് കാണിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ചേത് ചെയ്യും. ബ്രോ ചെയ്യ്, അല്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. 1300 രൂപ ഡെയിലി കൊടുക്കാനില്ല. അപ്പോൾ ഒരു 10-15 ദിവസം അവിടെ നിന്നു. 6-ാം തീയതി മുതലാണ് നിൽക്കാൻ തുടങ്ങിയത്. ഒരു 10,000 രൂപയോളം അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങി ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് തൽക്കാലം. പിന്നെ അതിന് വകുപ്പില്ലാണ്ടായി. ഇങ്ങോട്ട് നോക്കടി, ഇങ്ങനെ ചുറ്റും നോക്കണതിനാണ് ആ വകുപ്പ് ഇല്ലാണ്ടായി. മനസ്സിലായോ? അങ്ങനെ ആയ സ്ഥിതിക്ക് അത് നമ്മുടെ ഒരു അഭിമാനം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒന്നുമില്ല. എന്നാൽ കൂടി ഒരാളെ ആശ്രയിക്കുക അത് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല, റോഡ് സൈഡെങ്കിൽ റോഡ് സൈഡ്, ബസ് സ്റ്റാൻഡെങ്കിൽ ബസ് സ്റ്റാൻഡ്. ഇത് അഭിമാനമല്ല, ഇതൊരു ചീപ്പ് ഈഗോ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സീരിയസ്ലി ഇതിനകത്ത് ഇതെന്ത് അഭിമാനത്തിന്റെ പ്രശ്നം? ഇപ്പം ഇത്രയും ഈ ഒരു സിറ്റുവേഷനിൽ അഭിമാനം ഇതൊക്കെ വിചാരിച്ചിട്ട് ഈ പറയുന്ന ഒരു കാട്ടിൽ നട്ടപ്പാതിരാത്രിക്ക് തൻ്റെ ഭാര്യനെ കൂട്ടി ചെറിയ പ്രായമുള്ള 2 ആൾക്കാർക്കും ആ പെൺകുട്ടീനെ പഠിപ്പിക്കാനുള്ള സാഹചര്യം, അങ്ങനെ ഒരു സിറ്റുവേഷൻ പോലും ഇപ്പം സൈക്കോയ്ക്ക് പറ്റാത്തൊരവസ്ഥയല്ലേ? അങ്ങനെയുള്ളപ്പോൾ പാതിരാത്രിയിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് ഇത്രയും റിസ്കി ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് നിർത്തുന്നതാണോ നിങ്ങളുടെ അഭിമാനം കൊണ്ട് പറയുന്നത്? ഇതിനെക്കാട്ടിൽ ഇപ്പം അങ്ങനെ പോയിട്ട് നാളെ എന്തെങ്കിലും സംഭവിക്കുന്നില്ല, എന്തുകൊണ്ടും ബെറ്റർ അല്ലേ ഈ പറയുന്ന വീട്ടിലോട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റാരെങ്കിലും സഹായം സ്വീകരിക്കുക എന്ന് പറയുന്നത്? അപ്പൊ ഈ പറയുന്ന ഈഗോ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നീ ഒന്നും ആവില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഈഗോ ഉപയോഗിക്കാം. അല്ലാതെ ഇങ്ങനെ പെരുവഴിയിൽ കിടന്നിട്ടുള്ള സാധനമല്ല കാണിക്കേണ്ടത്. ഞാൻ പറയട്ടെ, 24 മണിക്കൂറും ഞാൻ എൻ്റെ വണ്ടിയിൽ തോക്കുണ്ടായിരിക്കും, പിന്നെ ഒരു കത്തിയുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ കത്തി പോലെ തോന്നില്ല, വേറൊരു രീതിയായിരിക്കും. അതുകൊണ്ടാണ് നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ സദാചാര മൈൻഡുള്ള ഒരുപാട് പേരുണ്ട്. അവർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ നോക്കി പോകും. നമ്മളിപ്പോൾ റോഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു വണ്ടി പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി അവന്മാർ നമ്മളെ പോകും. അപ്പോൾ ഞാൻ അവന്മാരൊക്കെ റോട്ടിൽ കൊടുക്കുന്നവരൊക്കെ തെരുവിടും, ഞാൻ നോക്കിയിട്ട് പോകണത് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ ഒരു അവസ്ഥ അത് എന്താണെങ്കിലും നന്നായിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ട് എത്തിച്ചത് കൊണ്ട് വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, ഈഗോയും ഈ അഭിമാനം ഇതൊക്കെ പിടിച്ചോണ്ട് അവിടെ ഇരുന്നു. നാളെ എന്തെങ്കിലും വള്ളി വന്ന് നിൽക്കുമ്പോഴത്തേക്കിനും അറിയാം. ഓക്കെ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ജോലിക്കെങ്കിലും പോവാം.
പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കയ്യിൽ തോക്കുണ്ടെന്ന് പറയുന്നുണ്ട്, തോക്ക് കത്തി. ഓക്കെ, കത്തിയുടെ കാര്യമൊക്കെ, തോക്ക് എന്ത് എയർ ഗണ്ണിന്റെ കാര്യം വല്ലതാണോ പറയുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗണ്ണാണെന്നുണ്ടെങ്കിൽ എന്തെന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗണ്ണും കൊണ്ടൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇതെന്തോന്ന് അധോലോകമാണ്. എനിക്ക് മനസ്സിലാവണില്ല. അതാണ് ഏതാണ്ടൊക്കെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. പൊതുവെ പിന്നെ നാട്ടിൽ ചില നാട്ടിൽ വള്ളി കേസുകളാണ്, അതായത് ചുമ്മാ വന്ന് വള്ളി പിടിക്കാനൊക്കെ വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വണ്ടി വന്നു കേട്ടോ. അതാണ് ഇപ്പോൾ എണീറ്റ് അപ്പോൾ ബൈക്കിൽ കയറിയുന്നത്, വലിയ വള്ളിയാണ്. എനിക്ക് വള്ളി പിടിക്കാൻ ഒന്നാമത് വയ്യ, അങ്ങനെ പിടിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ കയ്യിൽ തോക്കും തട്ടിയും കൊണ്ടൊക്കെ നടക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ? ഇല്ല, അത് കാണില്ല. എന്തെന്നൊക്കെയാണ് ഇത്? എൻ്റെ പൊന്നു ബ്രോ, എൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്, എൻ്റെ കയ്യിൽ കത്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മാസമായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ മൂഞ്ചി തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ. ഓക്കെ, ആ സമയത്ത് ഇങ്ങനെ താളമൊക്കെ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആൾക്കാർ ഇത് ഓക്കെ ഭയങ്കര സൂപ്പറാണ്, കിടിലാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു കാര്യം തെറ്റിയിട്ടില്ല. ഞാൻ ആലോചിച്ച കാര്യങ്ങളും ഒന്നും വേണ്ട. നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് കർമ്മയാണ് എന്ന് പറഞ്ഞില്ലേ, എനിക്ക് അതുമായിട്ട് ഇതൊന്നും തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് തെറ്റൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. കാരണം അതത്രയും പ്രൊഫഷണലായിട്ട് ഞാൻ ചെയ്തുകൊണ്ടാണ് അതിൽ പലരും വിശ്വസിച്ചത് ആ വീഡിയോ. പ്രൊഫഷണലായിട്ട് ചെയ്തത് ഇതുപോലൊരു ഫേക്ക് പ്രഗ്നൻസി ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ ഒരു സാധനം ഇട്ടതാണ് പ്രൊഫഷണലായിട്ട് നിങ്ങൾ ചെയ്തെന്നുള്ളൊരു സാധനം പറയുന്നത്. ബ്രോ, നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ, നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഇല്ലേ, നിങ്ങളുടെ റിയൽ ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്, എന്നിട്ട് ഞാനത് ഭയങ്കര പ്രൊഫഷണലായിട്ടൊക്കെ അന്ന് ആൾക്കാരെ പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്തെന്നാടാ ഇത്? ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഈ ഒരു ബാഡ് സിറ്റുവേഷൻ എനിക്ക് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായി? എനിക്കറിയാം ഇത് കമൻറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. എന്നിട്ട് ഞാനിത് ചെയ്തെങ്കിൽ, അതായത് തുടക്കം ഈ ഒളിച്ചോട്ടം കണ്ടിട്ട് ഇതൊക്കെ കുട്ടികൾ കാണുന്നതാണ്, ഇതിൽ എന്താണ് ആൾക്കാർക്ക് പറയാനുള്ളത്? ഈ ഇൻ്റർവ്യൂ കണ്ടിട്ടും, അതായത് ബാക്കിയുള്ളവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നശിച്ചു പോകും, കുട്ടികൾ കണ്ടിട്ട് നശിച്ചു പോകും. ഇപ്പോൾ ആരെങ്കിലും നശിച്ചു പോകും, മനസ്സിലായോ? ഈ ബാഡ് സൈഡ് ഞങ്ങൾ ഇവിടെ കാണിച്ചു. അങ്ങനെ കാണിച്ചിട്ട് ആർക്കാണ് എന്താണ് അത് കണ്ടു? അതൊക്കെ ഒരു പാഠമല്ലേ, മനസ്സിലായോ? റിയൽ ലൈഫ് ഇൻഫ്ലുവൻസർമാർ, അതായത് ഇപ്പം ഞങ്ങളുടെ ജീവിതം ഇനി മുതൽ ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നില്ല, മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പറയും, അത് പറയും, അതിൻ്റെതായ രീതിയിൽ ചെയ്യാനും എനിക്ക് നല്ല. ഇവരുടെ ഈ ബാഡ് സൈഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് ഒരു പാഠമാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ശരിയാണ്. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. ഇങ്ങനെ ലൈഫ് ഇങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പാഠമാണ് എല്ലാ ആൾക്കാർക്കും. പക്ഷേ ഇത് ശരിക്കും ഇത് പാഠമാക്കേണ്ടുന്ന ഒരു വ്യക്തി ആരാണ്? നിങ്ങൾ രണ്ടാളുകൾ തന്നെയല്ലേ? ഇപ്പം ആ ഒരു കുട്ടിയാണെങ്കിലും ഇപ്പം സൈക്കോനെ വിട്ടു പോകരുത്, ആ ഒരു സ്നേഹം കാണിച്ച് തന്നെ നിൽക്കുന്നതാണ്. ആ സ്നേഹത്തെ ഒന്നും മോശമായിട്ട് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ. ജീവിക്കണ്ടേ മുന്നോട്ട്? എപ്പോഴും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പം രണ്ടാൾക്കാരാണെങ്കിലും ഇപ്പം ഇവിടെ പാഠം എന്ന് പറയുമ്പോൾ നിങ്ങളാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടേക്കുന്ന ഓരോ വീഡിയോസും നോക്കിയിട്ട് കണ്ടൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഇനിയെങ്കിലും ഞാൻ പണിക്ക് പോകണം, പൊന്നുമോളെ നീ ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുക എന്നാൽ അറ്റ്ലീസ്റ്റ് ആ കുട്ടിയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കുക. നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ മാത്രമേ മുന്നോട്ട് പറ്റൂ എന്നുള്ളത്. ഇപ്പം ഇത് പാഠമാക്കണം എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഇതേ ആൾക്കാർ തന്നെ മറ്റൊരു സാധനം കൂടെ പറഞ്ഞിട്ട് അതുകൂടെ കേൾക്കാം. എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഇവക്കോ എനിക്കോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ കാരണം എന്താണെന്നെങ്കിലും നിങ്ങൾ അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഇവിടെ വന്ന് വിളമ്പുന്നത്, മനസ്സിലായോ? അല്ലാതെ ഇത് വെച്ചിട്ട് എനിക്ക് കോടികൾ ഇന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് കോടികൾ എൻ്റെ അക്കൗണ്ടിൽ കയറത്തൊന്നുമില്ല. നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഇടുന്നത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും സംഭവിക്കും, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ വരുത്തി വെച്ചതല്ലേ? ഇപ്പോഴും സമയമുണ്ടല്ലോ നിങ്ങൾക്ക് ആ കുട്ടീനെ ഒരു ഹോസ്റ്റലിലെ വീട്ടിലോട്ടാക്കിയിട്ട് ജോലിക്ക് പോകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട് ഇല്ലേ? പിന്നെ ഈ ഒരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ ഈ ഒരു സാധനം എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. പൊന്നു ബ്രോ, എന്ത് ഇൻഫ്ലുവൻസർ? എനിക്ക് മനസ്സിലാവണില്ല. വീഡിയോ ക്രിയേറ്റർ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസർ ആവാം. എങ്ങനെ ജീവിതം ഇങ്ങനെ മൂഞ്ചി തെറ്റി ഇങ്ങനെ പോയേക്കുന്ന ഒരു സമയത്ത് ജീവിതം ഞാൻ തിരിച്ചു പിടിച്ചു, ഈ രീതിയിൽ ഞാൻ ജോലിക്ക് പോയി, ശേഷം യൂട്യൂബ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊണ്ടുപോയി, അതുപോലെ ജീവിതം യൂട്യൂബ് എല്ലാം തിരിച്ച് ഞാൻ പിടിച്ച് ഇപ്പോൾ അടിപൊളിയാണ്, സക്സസ്ഫുൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്, എന്നെ കണ്ട ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറഞ്ഞ ലെവലിലോട്ട് നിങ്ങൾ മാറൂ. അതല്ലേ ചെയ്യണത്. അല്ലാതെ ഇപ്പം ഇൻസ്റ്റയിലോ യൂട്യൂബിലോ 2 വീഡിയോ ഇട്ടിട്ട് ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻസറായി അങ്ങനൊന്നും ഇല്ല ബ്രോ. ആ ഒരു മൈൻഡ് സെറ്റ് മൈൻഡിൽ നിന്ന് എടുത്ത് കളയുക. ഓക്കെ, ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇതൊക്കെ നമുക്കൊരു വരുമാന മാർഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റില്ല. അതിനപ്പുറത്തോട്ട് നമ്മുടെ ലൈഫുണ്ട്. അവിടെ നമ്മുടെ വരുമാനം കുറച്ച് ബ്ലോക്ക് ആവുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അടുത്തൊരു പണി പിടിക്കുക, അത്രേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പലരും പറയുന്നുണ്ട് ഈ യൂട്യൂബിൽ നിന്ന് കൊട്ടക്കണക്കിന് പൈസ ഉണ്ടാക്കി, സ്ക്രിപ്റ്റ് ചെയ്ത് അഭിനയിച്ചിട്ട് കാശുണ്ടാക്കിയവനല്ലേ നീ. ഈ എന്ത് കാശുണ്ടാക്കി? ഇപ്പോൾ ഈ ലാസ്റ്റ് ഇട്ട 2-3 വീഡിയോ അല്ലേ, അതിൻ്റെ മുന്നേ ഇട്ട വീഡിയോയിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ജീവിതകാലം മൊത്തം കിട്ടിയ വരുമാനം ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. ആ വരുമാനം വെച്ചിട്ട് ഒരു ബൈക്ക് പോലും എടുക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? അങ്ങനെ വരുമാനം ഉണ്ടാക്കിയവനാണെങ്കിൽ ഇന്ന് ഈ 1300 രൂപ വീടിന് അഡ്വാൻസ് കൊടുക്കാൻ പൈസ ഇല്ലാതെ 1300 രൂപ കയ്യിൽ ഇല്ലാണ്ട് ഇപ്പം ഇവിടെ വന്നിരിക്കേണ്ട അവസ്ഥ എനിക്ക് പറ്റില്ലായിരുന്നു, മനസ്സിലായോ?
ഇതൊക്കെ അറിയാവുന്ന ഒരാളല്ലേ? ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ ജോലിക്ക് പൊക്കൂടെ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടിരിക്കുന്ന വീഡിയോസ് ഇതിപ്പം ഈ മന്ത് ഇട്ടേക്കുന്ന സാധനങ്ങളല്ലേ? ഇനി ഈ മന്ത് 1-ാം തീയതി വരെ ഈ പറയുന്ന നമ്മുടെ റവന്യൂ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ആയിട്ട് അടുത്ത മാസം 21-നും 26-നും ഇടയ്ക്കായിരിക്കും നമ്മുടെ യൂട്യൂബിന്റെ പേയ്മെന്റ് വരും. അതായത് ഈ മാസം ചെയ്തേക്കുന്നതിന്റെ എല്ലാം അടുത്ത മാസമായിരിക്കും നമുക്ക് പേയ്മെന്റ് വരും. എല്ലാ ക്രിയേറ്റേഴ്സിനും അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങളിപ്പോൾ ഈ ചെയ്തേക്കുന്നതിന്റെ അടുത്ത മാസം നിങ്ങൾക്ക് ഒരു റവന്യൂ വരുള്ളൂ. പിന്നെ അത്ര വലിയ ഭീകര എമൗണ്ടോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല നിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്താണ് ബ്രോ ചെയ്യേണ്ടുന്നത്? പിന്നെ ഞാൻ പറയുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പരിപാടിയിൽ വിട്ടുപോവുക അങ്ങനെയൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. നിങ്ങളൊരു ജോലിക്ക് പോവുക, അതിന്റെ കൂട്ടത്തിൽ യൂട്യൂബും റൺ ചെയ്യുക, അതിന്റെ ഇടയ്ക്ക് ഇവിടെ യൂട്യൂബും കൂടെ ചെയ്ത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നീട് യൂട്യൂബിൽ നിന്ന് നിങ്ങളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം വന്ന് നിങ്ങൾ സെറ്റിൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ് ആയി ആ ഒരു ലെവലിൽ പോകുമ്പോൾ നിങ്ങൾ ഫുൾ ഇതായിട്ട് പോയിട്ട് അതൊക്കെ അങ്ങനെ പോവുക നിങ്ങൾ. അല്ലാതെ ഇതൊക്കെ അറിയുന്നൊരു വ്യക്തിയാണ്, എന്നാൽ പ്രവൃത്തിയിൽ ഈ പറയുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും വന്ന് വീഡിയോയിൽ നമ്മൾ ഓരോ താളം അടിക്കുന്നതുകൊണ്ട് മാത്രം കാര്യം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണം ബ്രോ. ആണെങ്കിലും പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ആക്കിയവരെ തിരിഞ്ഞു നോക്കില്ല. അത് ഞാൻ തീരുമാനിച്ചൊരു കാര്യം. കാരണം ഞാൻ ഇത്രയും വേദനയും സഹിച്ച് ഇങ്ങനെ ഈ റോട്ടിൽ ഈ പെരുവഴിയിൽ കിടക്കാൻ കാരണക്കാരായവരുണ്ടല്ലോ. ഇപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇറങ്ങി വന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന്. എന്റെ പൊന്നു മോളെ, നിങ്ങൾ ആദ്യം ഇത് നേരെ ഒന്ന് നിൽക്ക്. ഇപ്പം നിങ്ങൾക്ക് 3 നേരം ഫുഡ് കഴിക്കാനുള്ള പൈസ കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ എത്രത്തോളം വേസ്റ്റ് ആണെന്നുള്ളത് അറിയത്തില്ല. നിങ്ങൾ അതൊക്കെ ഒന്ന് സർവൈവ് ചെയ്യുക. അതിനുശേഷം പോരെ ഈ പറയുന്ന റിവെഞ്ച് കാര്യങ്ങളൊക്കെ, അവരെ നോക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ, അത് പിന്നെ ആലോചിക്കാം. ചിലപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇടില്ലായിരിക്കും, നാളെ ചിലപ്പോൾ ഇല്ല, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടോ പിന്നെ എപ്പോഴായിരിക്കും ഇടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്ക് ഇതിലെ റീചാർജ് തീരുന്നില്ല. 12 മണി കഴിഞ്ഞു, നെറ്റ് അപ്പം തീർന്നു, ക്യാമറ മാത്രമേ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം റീചാർജും തീർന്ന് ഇങ്ങനെ ഇത്ര ഒരു അവസ്ഥയിലാണ് ഇനി വീഡിയോസ് എങ്ങനെ ഇടും? അപ്പൊ പണിക്ക് പോകണ്ടേ ബ്രോ? നീ കിടന്നുറങ്ങിക്കോ, ഞാൻ ഇവിടെ ഇല്ല. ഈ ചില ആൾക്കാർ കാണുന്നില്ലേ, ഒരാൾ കിടന്നുറങ്ങുമ്പോൾ മറ്റേ ആൾ കാവലെ നിൽക്കും. അത്രയും മനോഹരമായിട്ടൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇവരുടേത്. റൂമിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ലാസ്റ്റ് ദിവസം, അന്ന് എൻ്റെ ഒരു കത്തി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കത്തി ഞാൻ കാണിക്കാവേ. ആ കത്തി ഒരു മിനിറ്റ്, ഇതാണ് സാധനം. ഇത് ജസ്റ്റ് സേഫ്റ്റിക്ക് ഞാൻ കൊണ്ടെടുക്കണതാണ് കേട്ടോ. അതേപോലെ തോക്കും, ഒരു മിനിറ്റ്. ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഇവിടെ ഇതെടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറിപ്പോയി കത്തിയെടുത്ത്. ഞാനത് കണ്ട് അപ്പം തന്നെ ഞാൻ ഡോർ ചവിട്ടി പൊളിച്ച്. അപ്പോൾ ഇപ്പോൾ അവിടെ ഉറങ്ങുകയാണ് കേട്ടോ. ഇത് പറയാണ്ട് എടുക്കണത്, ഈ കാര്യം പറയണ്ട പറഞ്ഞത് വീഡിയോയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ വീഡിയോ ഇനിയിപ്പോൾ നീ എന്തെങ്കിലും, അപ്പോൾ അവിടെ എനിക്ക് പേടി ഉറങ്ങാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉറങ്ങാറൊന്നുമില്ല. ഇവിടെ എനിക്ക് പേടി, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിലവിൽ. ഇപ്പോൾ എന്തായാലും അവൾ കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ തന്നെ ആൾക്കാരൊക്കെ അറിയണ്ടേ എന്താണ് ഞങ്ങൾ. അല്ലെങ്കിൽ പല രീതിയിലും പലതും പുറത്ത് വരും, ഇല്ലാത്തത് കഥകൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയണമല്ലോ. അപ്പോൾ അതിനാണ് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ഞാനിത് പറയാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഇപ്പോൾ വീഡിയോ എടുത്തത്. ഓക്കെ, അപ്പോൾ ശരി. അതായത് സ്വയം ജീവൻ ഇല്ലാണ്ടാക്കുന്ന അത്രയും വലിയൊരു അവസ്ഥയിലോട്ടൊക്കെ പോയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ആയിരിക്കണം ലൈഫ് എന്ന് പറഞ്ഞാൽ, അല്ലേ? ഭയങ്കര രണ്ടാൾക്കാരും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്, അത് അടിപൊളിയായിട്ട് നിങ്ങൾ പോകുന്നുണ്ട്. അപ്പം ആ സമയത്ത് നിങ്ങൾ എന്തോന്നറിയാം, നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് ഇനി എങ്ങനെ പോകണം അങ്ങനത്തെ ഒരു പ്ലാനും ഇല്ല. അറ്റ്ലീസ്റ്റ് നാളെ നിങ്ങൾക്ക് ഓക്കെ 3 നേരം ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ അതെങ്കിലും നിങ്ങൾക്ക് ഒന്നും ആലോചിക്കാനുള്ളൊരു ബോധം ഇല്ല എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഈ വീഡിയോക്കകത്ത് സൈക്കോ ബ്രോ, ഞാൻ ഒരു കാര്യം പറയും, ഈ വീഡിയോക്കകത്ത് ഈ താളം അടിക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്ത് കാണിച്ചിട്ട് ഒന്ന് താളം അടിക്കുക. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഞാനാണെങ്കിലും ഇപ്പം ഞാൻ പറയാം, ഈ ബ്രോൻ്റെ ഈ ഒരു ഈഗോയുടെ സാധനങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന്, ഞാൻ യൂട്യൂബ് ആദ്യമായിട്ട് തുടങ്ങുന്ന ടൈമിൽ എനിക്ക് വന്നേക്കുന്ന ഒരു നെഗറ്റീവ് കമൻറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് വളരെ അടുത്ത ഒരു വ്യക്തിയിൽ നിന്ന് വന്നേക്കുന്ന ഒരു സാധനമായിരുന്നു. അന്ന് നമ്മളതിന് റിയാക്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ആ ഒരു ഒറ്റ നെഗറ്റീവ് കമൻറ്റിനോട് തോന്നിയേക്കുന്ന ഒരു വാശി അല്ലെങ്കിൽ അതിനോട് തോന്നിയേക്കുന്ന ഈഗോ നമുക്ക് പൊളിഞ്ഞേക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഒരു ദിവസം നമുക്ക് യൂട്യൂബിൽ നിന്നുള്ളൊരു വരുമാനം കൊണ്ട് ഒരൊറ്റ ദിവസം കഞ്ഞി കുടിക്കണം എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ആ ഒരു ഒറ്റ വാശിയിൽ തുടങ്ങിയേക്കുന്ന ഒരു പരിപാടി ഞാൻ മറ്റു പല ജോലികളും ചെയ്തു, അതിൻ്റെ ഒപ്പം തന്നെ യൂട്യൂബ് റൺ ചെയ്തു. അതിനുശേഷം ഇപ്പം നമ്മുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന യൂട്യൂബ് എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോഴും ഇത് നാളെ അവസാനിച്ച് കഴിഞ്ഞാൽ, മറ്റന്നാൾ അവസാനിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്ലാൻ ബിയും പ്ലാൻ സി ഇതൊക്കെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഫ്രണ്ട്സ്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ പല പരിപാടികളും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം
ബ്രോ ഇത്രയും വേസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഫോണിൽ റീചാർജ് ചെയ്യാൻ പൈസയില്ല, അല്ലെങ്കിൽ റീചാർജിനുള്ള മൊത്തം തീർന്നിരിക്കുകയാണ്, കാട്ടിന് നട്ടപ്പാതിരാത്രിക്കാണ് കിടക്കുന്നത്, ഇത്രയും അവസ്ഥയാണ്. അറ്റ്ലീസ്റ്റ് തുണി അതൊന്ന് വാഷ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ പോലും നിങ്ങൾക്ക് ഇല്ല. എന്തൊരവസ്ഥയാണ് നിങ്ങളുടേത്. ഓക്കെ, ബെറ്റർ താളവടി നിർത്തിയിട്ട് പണിക്ക് പോകുന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.